നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഭവന നിർമ്മാണത്തിനും കാർഷിക വികസനത്തിനും പ്രാധാന്യം നൽകി ചൂണ്ടൽ പഞ്ചായത്ത് ബജറ്റ്. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി വടക്കേക്കാട് പഞ്ചായത്ത് ബജറ്റ്. ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാഹനത്തിലേക്ക് കാട്ടുപന്നി ഇടിച്ചു കയറിയ അപകടം. വാഹനം റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്ക്. സംഭവം എരുവപ്പെട്ടി കുട്ടഞ്ചേരിയിൽ. കറുകപ്പത്തൂർ ചാത്തന്നൂർ ഒഴുവത്ര ആലിക്കൽ വീട്ടിൽ 56 വയസ്സുള്ള പ്രമോദ് കുമാർ, ഭാര്യ 44 വയസ്സുള്ള പ്രഭിത എന്നിവർക്കാണ് പരിക്കേറ്റത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ രംഗം സജീവമാകുന്നു. മണലൂരിനെ കൈകൊടുക്കാൻ താമസം മാറ്റി TN പ്രതാപൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് TN പ്രതാപൻ മണ്ഡലത്തിലെ ചിറ്റാറ്റുകരയിലേക്ക് താമസം മാറ്റിയത്. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഭവന നിർമ്മാണത്തിനും കാർഷിക വികസനത്തിനും പ്രാധാന്യം നൽകി ചൂണ്ടൽ പഞ്ചായത്ത് ബജറ്റ്. ചൊവ്വാഴ്ച ചേർന്ന ഭരണസമിതി യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാറാണ് പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരണം നടത്തിയത്. 5,97,27,500 രൂപ പ്രതീക്ഷിത വരവും 5,15,78,60 രൂപ പ്രതീക്ഷിത ചെലവും 1,63,46,206 രൂപ പ്രതീക്ഷിത നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് 2026-27 നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്കായി അവതരിപ്പിച്ചത്. ഭവന നിർമ്മാണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാർഷിക വികസനത്തിനുമാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. സേവന മേഖല മെച്ചപ്പെടുത്തുന്നതിനും പശ്ചാത്തല വികസനം, ഭവന നിർമ്മാണം, കൃഷി, ആരോഗ്യം, കുടിവെള്ളം, മൃഗസംരക്ഷണം, പട്ടികജാതി ക്ഷേമം, വനിത, ഭിന്നശേഷി പ്രവർത്തനം എന്നിവയ്ക്ക് ബജറ്റിൽ മതിയായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിന് 10 കോടി 10 ലക്ഷം മുടക്കി ഓഫീസ് നിർമ്മിക്കും. അതോടൊപ്പം സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ ലിസ്റ്റിലുള്ള അർഹരായ മുഴുവൻ പേർക്കും ഭവനം നിർമ്മിക്കുന്നതിനായി 2,86,7,680 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് 80,85,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. സബ് സെന്റർ നിർമ്മാണം, സ്വന്തമായി സ്ഥലം ഇല്ലാത്ത അങ്കണവാടികൾക്ക് സ്ഥലവും കെട്ടിടവും എന്നിവ നിർമ്മിക്കുന്നതിന് ആവശ്യമായ തുകയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പൂർത്തീകരണം, നീന്തൽക്കുള നിർമ്മാണം, ആസ്തി സംരക്ഷണ നിയമപ്രകാരം വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളുടെ നവീകരണം, കുടുംബശ്രീ പ്രവർത്തനങ്ങളുടെ വൈവിധ്യവൽക്കരണം തുടങ്ങിയവയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ പുഷ്പാകരൻ, സച്ചിൻ പ്രകാശ്, ജൂലറ്റ് ബിനു, പഞ്ചായത്ത് അംഗങ്ങളായ TO സെബി, അനീഷ് ആന്റണി, KA രമേശ്, TK ഹക്കീം, KL പോൾസൺ, PS സഹല, ഷീബ ശിവരാമൻ, അനുഷ ഷാഫർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KS ജിനി, രമ വേലായുധൻ, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി, അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ജോസഫ്, ഹെഡ് ക്ലർക്ക് മഞ്ജുഷ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു. എരുവപ്പെട്ടി കുട്ടഞ്ചേരിയിൽ കാട്ടുപന്നിയിടിച്ച് പിക്കപ്പ് വാഹനം പാടശേഖരത്തിലേക്ക് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്ക്. കറുകപ്പത്തൂർ ചാത്തന്നൂർ ഒഴുവത്ര ആലിക്കൽ വീട്ടിൽ 56 വയസ്സുള്ള പ്രമോദ് കുമാർ, ഭാര്യ 44 വയസ്സുള്ള പ്രഭിത എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 11:30 കുട്ടഞ്ചേരി പാടശേഖരത്തിന് സമീപത്തായിരുന്നു സംഭവം. കുറാഞ്ചേരിയിലുള്ള പ്രഭിതയുടെ വീട്ടിൽ നിന്ന് വരികയായിരുന്നു ഇവർ. കുട്ടഞ്ചേരിയിലെത്തിയപ്പോൾ പാടശേഖരത്തിൽ നിന്ന് പാഞ്ഞു വന്ന കാട്ടുപന്നി പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിൻ ഭാഗത്ത് ഇടിക്കുകയായിരുന്നു. ഇടിയെ തുടർന്ന് വാഹനം റോഡിൽ നിന്ന് താഴ്ചയുള്ള പാടത്തേക്ക് മറഞ്ഞു. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരാണ് 2 പേരെയും രക്ഷപ്പെടുത്തിയത്. പരിക്ക് ഗുരുതരമല്ല. കാട്ടുപന്നി തത്സമയം ചത്തു. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് പന്നിയെ സംസ്കരിച്ചു. ഈ പ്രദേശത്ത് പന്നികളുടെ ശല്യം അതിരൂക്ഷമാണ്. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ മേഖലയിൽ പതിവായിരിക്കുകയുമാണ്. ഇവിടെ ഈ കാട്ടുപന്നി ശല്യം എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. രാത്രിയും പകലും എന്ന് പറഞ്ഞ പോലെയാണ് പന്നികൾ ഓടി നടക്കുന്നത്. അത് കാരണം കൊണ്ട് നമുക്ക് റോട്ടിൽ കൂടെ പോലും ധൈര്യമായിട്ട് വണ്ടി ഓടിക്കാൻ തന്നെ പറ്റാത്തൊരു അവസ്ഥയാണ്. പിന്നെ കൃഷിയാണെന്നുണ്ടെങ്കിൽ ഒരു കൃഷി ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നലെ ഇപ്പോൾ ഈ ചേട്ടൻ രാത്രിയിൽ വൈഫ് ഹൗസ് എന്ന് പറഞ്ഞ ഈ ചേട്ടനായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ രാത്രിയിൽ നിന്നിട്ട് സൗണ്ട് കേട്ടിട്ട് ഓടി വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ തന്നെയാണ് ഫസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. അടുത്താണ് വീട്. അപ്പോൾ ഇതേപോലെ പല പ്രാവശ്യം ഇവിടെ ബൈക്കൊക്കെ ആക്സിഡൻ്റ് ആയിട്ട് വീഴാറുണ്ട്. പക്ഷെ അത്ര കാര്യമായിട്ടൊന്നും പറ്റാറില്ല. ഇന്നലെ ഇപ്പോൾ വലിയൊരു പന്നിയാണ്. അത് നിത്യം ഇവിടെ ഭയങ്കര ഭീഷണിയാണ് ആ പന്നിയെ കൊണ്ട്.
വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി വടക്കേക്കാട് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കൂടിയായ വൈസ് പ്രസിഡന്റ് നബിൽ NMK ആണ് ബജറ്റ് അവതരിപ്പിച്ചത്. 36.68 കോടി രൂപ വരവും 33.64 കോടി രൂപ ചിലവും 2.66 കോടി നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് ഉതകുമാറ് പച്ചക്കറി സ്വയം പര്യാപ്ത ഗ്രാമം, ജൈവഗ്രാമം പദ്ധതിയിലൂടെ സമഗ്രമായ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി വിവിധ മേഖലകളിലായി പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. വൃത്തിയുള്ള വടക്കേക്കാട് എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള പദ്ധതികളും ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെട്ടിട നിർമ്മാണം, ആരോഗ്യ ഉപകേന്ദ്രങ്ങളുടെ കെട്ടിട നിർമ്മാണം, ടൂറിസം വികസന പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൃഷി, അടിസ്ഥാന റോഡ് വികസനം, മാലിന്യ നിർമ്മാർജ്ജനം, പാർപ്പിടം, ദാരിദ്ര്യ ലഘൂകരണം, കുടിവെള്ളം, വയോജനക്ഷേമം, ഭിന്നശേഷി ക്ഷേമം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം എന്നിവയ്ക്കും ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട്. റോഡ് നിർമ്മാണം, മെയിന്റനൻസ് എന്നിവയ്ക്കായി 4.5 കോടി രൂപയും പാർപ്പിട മേഖലയ്ക്ക് 4 കോടിയും കൃഷിയും അനുബന്ധ മേഖലകൾക്ക് 2.50 ലക്ഷം രൂപയും വയോജനങ്ങൾ, ഭിന്നശേഷി വിഭാഗം, കുട്ടികൾ എന്നിവരുടെ ക്ഷേമത്തിനായി 70 ലക്ഷം രൂപയും മാലിന്യ സംസ്കരണത്തിന് 40 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത് കുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷ ബിനോജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീജ മൊയ്തുണ്ണി എന്നിവർ സംസാരിച്ചു. പ്രതിപക്ഷ അംഗങ്ങളായ ജിതേഷ്, അശോകൻ എടക്കാട്ട്, ഷനിൽ, രുക്മ്യ സുധീർ മറ്റ് അംഗങ്ങളും ചർച്ചയിൽ പങ്കെടുത്തു. KR സന്തോഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി ഫ്രെഡി തുടങ്ങി നിർവഹണ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ജീവനക്കാരും പങ്കെടുത്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കാനായി HPV വാക്സിനേഷൻ ആരംഭിച്ചു. 14 വയസ്സ് പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്കാണ് വാക്സിൻ നൽകുന്നത്. മെയ് മാസം വരെ എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 10 മുതൽ നൽകുമെന്ന് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ KP ചിന്ത അധ്യക്ഷ പ്രസംഗത്തിൽ അറിയിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ വാക്സിനേഷന്റെ ടിക്കറ്റ് വിതരണം ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ VV തിലകൻ, പഞ്ചായത്ത് അംഗം ആൻലി ജിബി, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി, ബിഞ്ചു ജേക്കബ്സി എന്നിവർ സംസാരിച്ചു. ക്ഷീരവികസന വകുപ്പ് വടക്കാഞ്ചേരി ബ്ലോക്ക് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷീരഗ്രാമം 2025-2026 പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രത്യേക പാൽമേന്മ ബോധവൽക്കരണ പരിപാടിയും നടന്നു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM സജി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ, മെമ്പർമാരായ K ഗോവിന്ദൻകുട്ടി, NK കബീർ, സതീഷ് കുമാർ, ഷാജി വർഗീസ്, ക്ഷീര വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് അബ്ബാൽ മണി, PM രാധിക എന്നിവർ സംസാരിച്ചു. മണലൂരിനെ കൈകൊടുക്കാൻ താമസം മാറ്റി TN പ്രതാപൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് TN പ്രതാപൻ മണ്ഡലത്തിലെ ചിറ്റാട്ടുകരയിലേക്ക് താമസം മാറ്റിയത്. ചിറ്റാട്ടുകരയിൽ വാടകയ്ക്ക് വീടെടുത്താണ് താമസം ആരംഭിച്ചത്. ഗൃഹപ്രവേശന കർമ്മങ്ങൾക്ക് ചിറ്റാട്ടുകര പള്ളി വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട്, കടവലൂർ ബദ്രിയ ജുമാ മസ്ജിദ് ഖത്തീബ് PK ഇബ്രാഹിം മുസ്ലിയാർ, എളവള്ളിക്കാവ് ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി തുവാര രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രാർത്ഥനയോടെയാണ് ഗൃഹപ്രവേശന ചടങ്ങുകൾ നടത്തിയത്. മണലൂർ മണ്ഡലത്തിൽ പ്രതാപൻ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തതിനാൽ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചില്ല. എന്നാൽ മണലൂരിൽ ആര് സ്ഥാനാർത്ഥിയായാലും അവർക്ക് വേണ്ടി മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. UDFന്റെ പ്രമുഖ നേതാക്കൾ ഗൃഹപ്രവേശന ചടങ്ങിൽ സംബന്ധിച്ചു. കുന്നംകുളം കുറുക്കൻപാറയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ താലൂക്ക് ആസ്ഥാന മന്ദിരത്തിൽ ദേശീയ പതാക ഉയർന്നു. AC മൊയ്തീൻ MLA താലൂക്ക് മന്ദിരാങ്കണത്തിൽ പതാക ഉയർത്തി. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, തഹസിൽദാർ OB ഹേമ, നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, പുഷ്പ ജോൺ, ആർഷ ജിജു, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 5 മണിക്ക് മന്ത്രി K രാജൻ നിർവഹിക്കും. മന്ത്രി മുഹമ്മദ് റിയാസ് വിശിഷ്ടാതിഥിയാകും. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിക്കും. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള BJP സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ കടങ്ങോട് പഞ്ചായത്ത് തൊഴിലുറപ്പ് യൂണിയൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മരത്തങ്കോട് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയന്റെ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. രമണി രാജൻ അധ്യക്ഷയായി. കുന്നംകുളം MLA AC മൊയ്തീൻ, ഫ്രാൻസിസ് കൊള്ളനൂർ, PS പുരുഷോത്തമൻ, V ശങ്കരനാരായണൻ എന്നിവർ പങ്കെടുത്തു.
പുതുശ്ശേരി ഗാന്ധി ശതാബ്ദി ഗ്രാമീണ വായനശാലയിൽ വിജ്ഞാന സദസ്സും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. വായനശാലയിൽ നടന്ന ചടങ്ങ് ബദനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ശശി പൂവത്ത് അധ്യക്ഷനായി. കുന്നംകുളം റീഡേഴ്സ് ഫോറം കൺവീനർ VC ഗീവർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PB അനൂപ്, നീതു, വായനശാല ഭാരവാഹികളും പ്രവർത്തകരുമായ ജോഷി ജോസഫ്, രാധാമണി ടീച്ചർ, KS കേശവപ്രസാദ്, KS ശ്രീകുമാർ, KS ബാലകൃഷ്ണൻ, M ലോഹിതാക്ഷൻ, ഈയപ്പൻ തെക്കേക്കര, വത്സൻ കാക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച KA രാമചന്ദ്രൻ, ഡോക്ടർ TP ബാബുരാജ്, ഡോക്ടർ നീന, പ്രദീപ് വാസുദേവ്, ഡോക്ടർ മാളവിക ഗിരീഷ്, മഹിമ മനീഷ്, മിലൻ സജയ്, TS മുഹമ്മദ്, C ആഷിക ഉണ്ണിമോൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ കമ്പ്യൂട്ടർ ലാബ്, കോൺഫറൻസ് റൂം, ബോട്ടണി, ബയോകെമിസ്ട്രി വിഭാഗങ്ങളുടെ പുതിയ കെട്ടിടം, ഫിസിക്സ്, ബോട്ടണി, കൊമേഴ്സ്, സംസ്കൃത വിഭാഗങ്ങളുടെ ഗവേഷകർക്കായുള്ള റിസർച്ച് ബ്ലോക്ക്, മലയാള വിഭാഗത്തിന്റെ ഗവേഷണ കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. കോളേജിൽ നടന്ന ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കെട്ടിടങ്ങളുടെയും കമ്പ്യൂട്ടർ ലാബിന്റെയും കോൺഫറൻസ് റൂമിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, കോളേജ് PTA വൈസ് പ്രസിഡന്റ് VB സാബു, IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ, പ്രോഗ്രാം കോർഡിനേറ്റർ ക്യാപ്റ്റൻ രാജേഷ് മാധവൻ, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി MR ജ്യോതിഷ് കുമാർ, സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ഡോക്ടർ മായ S നായർ എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തായ്ക്കൊണ്ടോ ഇന്റർ കോളേജ് മത്സരത്തിൽ വെള്ളറക്കാട് സ്വദേശി ജിഫ്രിൻ ഖാദർ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മത്സരത്തിലേക്ക് യോഗ്യത സ്വന്തമാക്കി. കോഴിക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ കോളേജിലെ 2ാം വർഷ BBA വിദ്യാർത്ഥിയാണ്. വെള്ളറക്കാട് പാറക്കൽ ജമാൽ ആബിദ ദമ്പതികളുടെ മകനാണ് ജിഫ്രിൻ ഖാദർ. രാജ്യം റിപ്പബ്ലിക് ആയതിന്റെ 75 വർഷം പിന്നിട്ടതിന്റെ ഭാഗമായി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നിർദ്ദേശപ്രകാരം കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാല കലാസമിതി സംഘടിപ്പിച്ച വിവിധ പരിപാടികൾക്ക് സമാപനമായി. കഴിഞ്ഞ 1 മാസമായി സംഘടിപ്പിച്ചു വന്നിരുന്ന റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായുള്ള പരിപാടികൾക്കാണ് സമാപനമായത്. സമാപനത്തിന്റെ ഭാഗമായി നടന്ന വിജ്ഞാന വികസന സദസ്സ് കവി പ്രസാദ് കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ നരിയമ്പുള്ളി അധ്യക്ഷനായി. എഴുത്തുകാരൻ രജിതൻ കണ്ടാണശ്ശേരി, കവയത്രി മഞ്ജുഷ, വായനശാല സമിതി സെക്രട്ടറി VD ബിജു എന്നിവർ സംസാരിച്ചു. റിപ്പബ്ലിക് സദസ്സിന്റെ ഭാഗമായി അക്ഷര കരോൾ, ചിത്രരചനാ മത്സരം, കവിതാലാപനം, മതേതര ഗാനങ്ങൾ തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച പ്രിൻസിപ്പൽ ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ നിർവഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ വഴി അനുവദിച്ച 7 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രഭിത ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർ ആനി ടീച്ചർ, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, SMC ചെയർമാൻ VS ശ്രീജൻ, MPTA പ്രസിഡന്റ് ഗിരിജ ശിവരാമൻ, പ്രിൻസിപ്പൽ ഷീജ ജോസ്, പ്രധാന അധ്യാപിക ബീന ജോസ്, സ്റ്റാഫ് സെക്രട്ടറി JF സിൻഡ എന്നിവർ സംസാരിച്ചു. പത്ര, ദൃശ്യ, ശ്രാവ്യ, ഡിജിറ്റൽ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ കേരള മീഡിയ പേഴ്സൺ യൂണിയൻ സംസ്ഥാന കമ്മിറ്റി യോഗം തൃശൂരിൽ ചേർന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി V സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് പീറ്റർ ഏഴിമല അധ്യക്ഷനായി. ജൂൺ 1 കേരള മീഡിയ ലോഞ്ച് ചെയ്യും. മെഡിക്കൽ ഇൻഷുറൻസ്, AI പരിശീലന ക്ലാസുകൾ, ക്ഷേമനിധി ക്യാമ്പയിൻ എന്നിവയും നടക്കും. സംസ്ഥാന ട്രഷറർ ഹരികുമാർ തിരുവനന്തപുരം, വൈസ് പ്രസിഡന്റ് മത്തായി കേരളം, ജോയിന്റ് സെക്രട്ടറി AA ജോർജ്, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് MV ബേബി, ജില്ലാ സെക്രട്ടറി KG സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ തൊഴിലുറപ്പ് യൂണിയൻ പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ഗുരുവായൂർ MLA NK അക്ബർ ധർണ ഉദ്ഘാടനം ചെയ്തു. ജാസ്മിൻ ഷെഹീർ അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ V അപ്പു മാസ്റ്റർ, വാർഡ് മെമ്പർ AD ദനീബ് എന്നിവർ പങ്കെടുത്തു. നിഷാദ് സ്വാഗതവും ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു. ഓൾ കേരള കാർപ്പന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തൃശൂർ മുതുവറ ഗ്രാമീണ വായനശാല ഹാളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി നിതീഷ് കാണിപ്പയ്യൂർ, ട്രഷറർ ശ്രീജേഷ് വയനാട്, വൈസ് പ്രസിഡന്റുമാരായ സഹദേവൻ പ്രഭകുമാർ, ജില്ലാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വേതന പരിഷ്കരണം നടപ്പിലാക്കുക, സർക്കാർ തലത്തിൽ മരപ്പണിക്കാർക്ക് പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടുത്തുക, മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധികൾ എത്രയും പെട്ടെന്ന് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു. പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കുന്ന യുദ്ധത്തിനെതിരെ രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ
യുദ്ധവിരുദ്ധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. SDPI ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി ചാവക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് KH ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. SDTU ജില്ലാ പ്രസിഡന്റ് സിദ്ദീഖുൽ അക്ബർ, മണ്ഡലം സെക്രട്ടറി ഷെഫീദ്, ട്രഷറർ ഡോക്ടർ സക്കീർ ഹുസൈൻ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറിമാരായ ഷമീർ, കമ്മിറ്റി അംഗം സുഹൈൽ, പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. DYFI കാട്ടകമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രകടനം ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്നു നടന്ന യോഗം മേഖലാ ട്രഷറർ അനുമോൻ സി തമ്പി ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി MV അനേക് അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി അംഗങ്ങളായ MS ശിവനാഥ്, CS സ്റ്റാൾസൺ എന്നിവർ സംസാരിച്ചു. CPM ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടിക്കര സെന്ററിൽ നിന്നാരംഭിച്ച റാലി കേച്ചേരി സെന്ററിൽ സമാപിച്ചു. റാലിക്ക് കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, PB അനൂപ്, KA സൈഫുദ്ദീൻ, ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP ദാമ്പരൻ എന്നിവർ നേതൃത്വം നൽകി. CPM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ റാലി അരിയന്നൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച് കൂനമൂച്ചി സെന്ററിൽ സമാപിച്ചു. തുടർന്നു ചേർന്ന പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം MP സജീബ് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി MV സന്തോഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VK ദാസൻ, NS ധനൻ, ഹരീഷ് കണ്ടമ്പുള്ളി, AN സജീവൻ, PA കുമാരൻ, വിനു ജോൺസൺ എന്നിവർ സംസാരിച്ചു. DYFI ബ്ലോക്ക് ട്രഷറർ UM ഗോപകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ നിമേഷ്, സുൽഫത്ത് ബക്കർ, സൗമ്യാധനൻ, KT മനോജ്, മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി സ്മിത സതീശൻ, DYFI മേഖലാ സെക്രട്ടറി VA അരുൺ എന്നിവർ നേതൃത്വം നൽകി. ഹക്കിക്കാവ് മാറോസ്താത്തിയോസ് ട്രെയിനിംഗ് കോളേജിൽ 2024-2026 ബാച്ചിന്റെയും മിഹാര കോളേജ് യൂണിയന്റെയും നേതൃത്വത്തിൽ ഫോക്ക് വെസ്റ്റേൺ കൾച്ചറൽ പ്രോഗ്രാം ഫോക്ക് നോവ 2K26 ആരംഭിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ ജെറി ജോൺ അധ്യക്ഷത വഹിച്ച യോഗം പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PI വർഗീസ്, പ്രോഗ്രാം ജനറൽ കൺവീനർ KK രവി, കോളേജ് മാനേജർ ഗ്രിഗറി P ചാക്കോച്ചൻ, PTA പ്രസിഡന്റ് CS മോഹൻദാസ്, പ്രോഗ്രാം ചെയർമാൻ ഡോക്ടർ VC ബിനോജ്, വിദ്യാർത്ഥിനി KB ലിനി, 2025-2027 ബാച്ച് യൂണിയൻ ചെയർപേഴ്സൺ ആതിര സുരേഷ്, ജനറൽ കൺവീനർ ദീപക് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. വരും ദിവസങ്ങളിൽ ഡോക്ടർ RLV രാമകൃഷ്ണൻ, ശ്യാം സുധാകർ, സുബീഷ് തെക്കൂട്ടെ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. കൂടാതെ വെസ്റ്റേൺ ബാൻഡിന്റെയും നാടൻ കലകളുടെയും പരിപാടികളും 2 ദിവസങ്ങളിൽ അരങ്ങേറും. കൊരട്ടിക്കര കൊള്ളന്നൂർ ജോബ്, സൂസി, ജെയ്സൺ എന്നിവരുടെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പുകളുടെ വിതരണം നടന്നു. കൊരട്ടിക്കര GOP സ്കൂളിലെ 1 മുതൽ 7 വരെയുള്ള തെരഞ്ഞെടുത്ത 21 കുട്ടികൾക്കാണ് ക്യാഷ് പ്രൈസുകളും സർട്ടിഫിക്കറ്റുകളും നൽകിയത്. ഷീൻസൺ കൊള്ളന്നൂർ, കടവലൂർ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, വാർഡ് മെമ്പർ TA ശശി, രേഷ്മ PR, PTA പ്രസിഡന്റ് അഭിലാഷ് എന്നിവർ സമ്മാനദാനം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക ജിഷ ടീച്ചർ സ്വാഗതവും പാർവതി ടീച്ചർ നന്ദിയും പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റി ഖുർആൻ സമ്മേളനം സംഘടിപ്പിച്ചു. ഇത്തിഹാദുൽ ഉലമ കേരള സംസ്ഥാന സമിതി അംഗവും ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി അംഗവുമായ അബ്ദുൽ അസീസ് അൻസാരി പൊന്മുണ്ടം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് P മുനീർ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് അധ്യാപിക ഫാത്തിമ ചിറക്കൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഖുർആൻ സ്റ്റഡി സെന്റർ കേരള സംഘടിപ്പിച്ച പൊതുപരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ നിന്ന് 2ാം റാങ്ക് സ്വന്തമാക്കിയ ഒഫിയ കമറുദ്ദീൻ പരീക്ഷ എഴുതിയ മുഴുവൻ പഠിതാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു. അബ്ദുൽ അസീസ് അൻസാരി, ഫാത്തിമ എന്നിവർ സമ്മാന വിതരണം നിർവഹിച്ചു. ഹനാൻ ഷാഹിദ് പ്രാർത്ഥന നിർവഹിച്ചു. ഖുർആൻ സ്റ്റഡി സെന്റർ ഏരിയ കോർഡിനേറ്റർ മുഹമ്മദ് പാറേമ്പാടം സ്വാഗതവും വനിതാ ഏരിയ കൺവീനർ സഫിയ ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു. അന്തിക്കാട് KGM LP സ്കൂളിൽ കരാത്തെ ബെൽറ്റ് ഗ്രേഡിംഗ് നടന്നു. ബോധിധർമ്മ ജപ്പാൻ ട്രഡീഷണൽ കരാത്തെ അസോസിയേഷൻ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഗ്രേഡിംഗ് സംഘടിപ്പിച്ചത്. സംഘടനയുടെ ഡയറക്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമായ ഹാൻഷി മനോജ് ഗ്രേഡിംഗ് പരീക്ഷകൾക്ക് നേതൃത്വം നൽകി. വിവിധ ബെൽറ്റ് ഗ്രേഡുകളിലേക്കുള്ള പരീക്ഷയിൽ 200-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കത്ത, കുമിത്ത, അടിസ്ഥാന പരിശീലന കഴിവുകൾ തുടങ്ങിയ മേഖലകളിൽ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഗ്രേഡിംഗിൽ യോഗ്യത നേടിയ കുട്ടികൾക്ക് ബെൽറ്റുകൾ വിതരണം ചെയ്തു. സ്കൂളിന്റെ ആക്ടിവിറ്റി കോർഡിനേറ്റർ ടീച്ചർ സിബി ജയദീപ് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും വിതരണം ചെയ്തു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ സംസ്കൃത വിഭാഗം IQACയും സംയുക്തമായി UGC, MMTTC, ഗ്ലോബൽ സംസ്കൃത ഫോറം എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന IKS ഫെസ്റ്റിനും 2 ദിവസത്തെ ദേശീയ സെമിനാറിനും തുടക്കമായി. ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിലെ മികവ് എന്ന വിഷയത്തിൽ ഹൈബ്രിഡ് മോഡലിലാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ J ബിൻസി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സർവകലാശാല UGC MMTTC ഡയറക്ടർ പ്രൊഫസർ ജോസുകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ഭാരത സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള
NNM അസിസ്റ്റന്റ് പ്രൊഫസറും GSF സെക്രട്ടറിയുമായ ഡോക്ടർ രാജേഷ് കുമാർ മിശ്ര, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അമാന PF, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ നിർമ്മൽ മരിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ സെഷനുകൾ, കലാപരിപാടികൾ അവതരിപ്പിച്ചു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് കരാത്തെ ചാമ്പ്യൻഷിപ്പിലും കോട്ടയം BK കോളേജിൽ നടന്ന MG യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് കരാത്തെ ചാമ്പ്യൻഷിപ്പിലും കിനോജി റിയു കടവലൂർ കരാത്തെ ടീമിലെ കുട്ടികൾക്ക് മികച്ച വിജയം. ടീം കത്തെ ഗോൾഡ് മെഡൽ, ടീം കുമത്തെ ഗോൾഡ് മെഡൽ, 50 കിലോ കുമത്തെ സിൽവർ മെഡൽ. ജന്നത്തുൽ ഷെറിൻ മഹാരാജാസ് കോളേജ് എറണാകുളം വിമൻസ് കുമത്തെ 55 കിലോ സാനിയ C ഗോൾഡ് മെഡൽ. ടീം കുമിത്തെ സിൽവർ മെഡൽ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാലിക്കറ്റ്. 55 കിലോ ആൺകുട്ടികളുടെ വിഭാഗം കുമിത്തെ മുഹമ്മദ് ഫാസിൽ സിൽവർ മെഡൽ ഗവൺമെന്റ് കോളേജ് പട്ടാമ്പി. 50 കിലോ വിമൻസ് കുമിത്തെ സ്മൃതി സുരേഷ് സിൽവർ മെഡൽ സെന്റ് തോമസ് കോളേജ് തൃശൂർ. 45 കിലോ വിമൻസ് കുമത്തെ ആഷിഫ ബ്രോൺസ് മെഡൽ കൃഷ്ണ നിവേദ് മെൻസ് ടീം കുമിത്തെ ശ്രീകൃഷ്ണ കോളേജ് തുടങ്ങിയവർ മെഡലുകൾ സ്വന്തമാക്കി. മാർച്ച് 18 മുതൽ 21 വരെ നടക്കുന്ന ഭോപ്പാലിൽ സംഘടിപ്പിക്കുന്ന സൗത്ത് വെസ്റ്റ് സോൺ കരാത്തെ ചാമ്പ്യൻഷിപ്പിലേക്ക് മത്സരിക്കാൻ സാനിയ, സ്മൃതി സുരേഷ്, ജന്നത്തുൽ ഷെറിൻ എന്നിവർ യോഗ്യത സ്വന്തമാക്കി. നവമാധ്യമ കാഴ്ച. മേക്കപ്പ് ഇടാനും ഇട്ടുകൊടുക്കാനും ചെറിയ പ്രായം മുതൽക്ക് തന്നെ പെൺകുട്ടികൾക്ക് വലിയ താല്പര്യമാണ്. അങ്ങനെ ഒരു ചങ്ങാതിയെ ഒരുക്കുന്ന ഒരാളെ കാണാം മാറ്റുപുറത്ത് നിന്ന് ആന്റണി നൽകിയ ദൃശ്യം. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 15,585 രൂപ. സ്വർണം പവന് 1,24,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 295 രൂപ. ചർമ്മം വാഗ മമ്പള്ളി മണി മകൻ രതീഷ് നിര്യാതനായി. 43 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളവള്ളി ക്രിമിറ്റോറിയത്തിൽ നടന്നു. പൂജ ഭാര്യയും വിഷ്ണു, ആകാശ്, ആദിത്യ എന്നിവർ മക്കളുമാണ്. മന്ദലാകുന്ന് ബീച്ചിൽ റോഡ് താമസിക്കുന്ന പരേതനായ കൂളിയാട്ട് ഏനു മകൻ ഉദിയാണത്തിൽ ഇബ്രാഹിം നിര്യാതനായി. 82 വയസ്സായിരുന്നു. കബറടക്കം മന്ദലാകുന്ന് ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ നടന്നു. പരേതയായ സുബൈദയാണ് ഭാര്യ. ഷീബ, നസീറ, ഷെറീന, ഷാഹിറ, ഷാനിബ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി കുട്ടഞ്ചേരി കുന്നത്ത് പരേതനായ അയ്യപ്പൻ എന്ന അപ്പുകുട്ടൻ ഭാര്യ ലക്ഷ്മി നിര്യാതയായി. 83 വയസ്സായിരുന്നു. വിജയകുമാരി, ഉഷ, ബാബുരാജ്, പ്രജിത, മനോജ് എന്നിവർ മക്കളാണ്. സംസ്കാരം ഷൊർണൂർ ശാന്തി തീരത്ത് നടന്നു. മറ്റൻ ചിരിയങ്കണ്ടത്ത് പരേതനായ ജേക്കബ് ഭാര്യ ബേബി നിര്യാതയായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10:30 ബാംഗ്ലൂർ കമ്മസാന്ദ്ര സെന്റ് ഫ്രാൻസിസ് ഡിസൈൽസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. തോമസ്, ആൻഡോ, പൗളി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഭവന നിർമ്മാണത്തിനും കാർഷിക വികസനത്തിനും പ്രാധാന്യം നൽകി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി വടക്കേക്കാട് പഞ്ചായത്ത് ബജറ്റ്. ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാഹനത്തിലേക്ക് കാട്ടുപന്നി ഇടിച്ചു കയറിയ അപകടം. വാഹനം റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞ് ദമ്പതികൾക്ക് പരിക്ക്. സംഭവം എരുമപ്പെട്ടി കുട്ടഞ്ചേരിയിൽ. കറുകപ്പത്തൂർ ചാത്തന്നൂർ ഒഴുവത്ര ആലിക്കൽ വീട്ടിൽ 56 വയസ്സുള്ള പ്രമോദ് കുമാർ, ഭാര്യ 44 വയസ്സുള്ള പ്രഭിത എന്നിവർക്കാണ് പരിക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി രാഷ്ട്രീയ രംഗം സജീവമാകുന്നു. മണലൂരിന് കൈകൊടുക്കാൻ താമസം മാറ്റി TN പ്രതാപൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് TN പ്രതാപൻ മണ്ഡലത്തിലെ ചിറ്റാട്ടുകരയിലേക്ക് താമസം മാറ്റിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.